ഇഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കോക്കനട്ട് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടർ നന്നായിട്ട് ഉരുക്കി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. 2 മീഡിയം സൈസ് തേങ്ങ ഞാനൊന്ന് തിരികെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എടുക്കുന്ന സമയത്ത് ആ ഒരു കറുത്ത ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും വരാതെ നോക്കി എടുക്കാൻ നോക്കുക. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഈ ബട്ടറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് ബ്രൗൺ നിറമായി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് മാറിക്കിട്ടണം. ഒരു ക്രീം കളർ വരുന്നത് വരെ മാത്രം നമുക്കിതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഒരുപാട് നേരമൊന്നും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് മാത്രം ഇത് ചെയ്തെടുത്താൽ മതി. നമ്മൾ ആ തേങ്ങയുടെ ഒരു വെള്ള കളർ മാറിയിട്ട് ഒരു ക്രീം കളറായി കിട്ടണം. അപ്പോൾ ഇതുപോലെയാണ് കിട്ടേണ്ടത്. ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതങ്ങ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കവർ പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തീ കത്തിക്കാതെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ 2 കവർ പാൽ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ കൈ എടുക്കാതെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുക. ഇവിടെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 500 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതില്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് ചെയ്യുന്ന നേരത്തെ ഒരുപാട് അങ്ങ് തീ കൂട്ടി വയ്ക്കരുത്. കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. നല്ലൊരു ക്രീമി പരുവം ആവുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. ഒരുപാട് കട്ടിയായിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതങ്ങ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ തണുത്തതിന് ശേഷം ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തണുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കിയിരിക്കുന്ന തേങ്ങ ഇത് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ കോരി കഴിക്കുന്ന നേരത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു കറിവേപ്പിലയോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ടിട്ട് അത് അടിച്ചെടുക്കാവുന്നതാണ്. കണ്ടോ, ഇത്രയാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. കണ്ടോ, ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ തേങ്ങയൊക്കെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല എന്നുള്ളവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരുമിച്ചിട്ടിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഫ്രീസറിൽ ഇരുന്നാൽ മാത്രമേ നല്ലതായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് അടച്ച് ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഫുള്ള് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ കോക്കനട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പതിയെ ഇതുപോലത്തെ ഒരു സ്പൂൺ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ കാണുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും. മറക്കാതെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ
ഇടുന്ന അടുത്ത വീഡിയോയും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇതുപോലെ ഐസ്ക്രീം ബൗളിലേക്ക് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി, അതല്ലാന്നുണ്ടെങ്കിൽ ചെറീസ് വെച്ച് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, അല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ കോക്കനട്ട് ഐസ്ക്രീം ഇതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ.